കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷിന്റെ കൂടെ ചങ്കു പൊട്ടിക്കൊണ്ടായിരിക്കും നിധി നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ വാർഡൻ അവിടെ വന്ന് കൂടെ ആരാണ് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നിധി ഒട്ടും മടിയില്ലാതെ തന്നെ ഇതെൻ്റെ ചേട്ടനാണെന്ന് സുഭാഷ് ചേട്ടനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ലോക്കൽ ഗാർഡ് എന്ന നിലയിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കേണ്ടതായിരുന്നു. സുഭാഷ് യാതൊരു മടിയും കൂടാതെ ആ ഒരു ഫോമൊക്കെ വാങ്ങിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് നിധി അവനോട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ, ഞാൻ ഈ ബാഗൊക്കെ കൊണ്ടുപോയി മുറിയിൽ പോയി വെച്ചിട്ട് വരാമെന്ന് പറയും. അതും പറഞ്ഞ് അവൾ നേരെ മുറിയിലേക്ക് കയറിപ്പോയി. കുറച്ച് സമയം തന്നെ ബാഗൊക്കെ അവിടെ വെച്ച് അവൾ തിരികെ ഇറങ്ങി വന്നു. അവൾ വന്ന ഉടനെ തന്നെ സുഭാഷ് സ്നേഹത്തോട് ചോദിച്ചു, അല്ല നിധി, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഞാൻ ഇവിടെ ഓക്കെയാണ് സുഭാഷ് ഏട്ടാ, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് സുഭാഷ് ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കോ. ഇത് കേട്ടപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നി. അവൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നിധി അവനോടൊപ്പം തന്നെ യാത്രയേക്കാൻ ഗേറ്റ് വരെ ഇറങ്ങി വന്നു. പോകുന്നതിന് മുൻപായി തന്നെ സുഭാഷ് പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് നിധിയുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തു. ഇതെന്തിനാണെന്ന് അവൾ അമ്പരപ്പോട് ചോദിച്ചപ്പോൾ, കയ്യിലിരിക്കട്ടെ മോളെ, ഇതൊരു ഹോസ്റ്റലല്ലേ, എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാമല്ലോ എന്നും അവൻ കരുതലോടെ പറഞ്ഞു. എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് പൈസയുണ്ട്, ഇതൊന്നും ആവശ്യമില്ല എന്നൊക്കെ അവൾ സ്നേഹത്തോടെ വിലക്കിയെങ്കിലും അതൊന്നും സാരമില്ല, നീ ഇത് വെച്ചോളാൻ പറഞ്ഞു കൊടുത്തിനെ. അവൻ ബലമായി ആ തുക കയ്യിലങ്ങ് പിടിച്ചേൽപ്പിച്ചു. ആ നിമിഷം നിധിയുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞുപോയി. ഒരു ചേട്ടൻ തൻ്റെ സ്വന്തം പെങ്ങളെ ഹോസ്റ്റലിലാക്കിയിട്ട് മടങ്ങുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സങ്കടം, വികാര പ്രകടനങ്ങളും തന്നെ അവിടെ ഉണ്ടായിരുന്നു. സുഭാഷിൻ്റെ മുഖത്തുണ്ടായിരുന്നത് ആ ഒരു സങ്കടമായിരുന്നു. അവൾ അവിടെ ഒറ്റക്കാക്കിയിട്ട് മടങ്ങുന്നതിൽ അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രമാത്രം സങ്കടമുണ്ട്. അവൻ പതുക്കെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ നിധിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. അത് കണ്ട സുഭാഷ് വീണ്ടും അവളോട് പറഞ്ഞു, അല്ല നിധി, നിനക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാം ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചേ പോരാം, ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന് അതൊന്നും കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് അവൾ കണ്ണടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. മോളെ, ഇടയ്ക്കിടയ്ക്ക് നീ അങ്ങോട്ടേക്ക് വരണം കേട്ടോ, ഹോസ്റ്റലാണെന്നൊക്കെ പറഞ്ഞ് വരാതിരിക്കരുത് എന്നൊക്കെ അവൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാൻ വന്നോളാം സുഭാഷ് ഏട്ടാ, അവിടെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ഓടി വരാമെന്നൊക്കെ സുഭാഷ് ഏട്ടനോട് പറയാണ് നിധി. ആ കാര്യമൊന്നോർത്ത് സുഭാഷ് ഏട്ടൻ വെറുതെ വിഷമിക്കൊന്നും വേണ്ട എന്ന് അവൾ പറഞ്ഞ് ധൈര്യം കൊടുത്തു. അങ്ങനെ ഒടുവിൽ സുഭാഷ് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. പോകുന്ന വഴിക്ക് അവൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നിധി അവിടെ തന്നെ നിൽക്കുന്നത് അവൻ കണ്ടു. സുഭാഷ് കാഴ്ചയിൽ നിന്നും മാറിയപ്പോൾ തന്നെ നിധിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. പാവം, എത്ര സ്നേഹമുള്ളൊരു ഏട്ടനാണ്. തൻ്റെ സ്വന്തം ചേട്ടൻ പോലും ഇത്രയും തന്നെ സ്നേഹിച്ചിട്ടില്ല. അത്രക്കധികം കരുതലും സ്നേഹമാണ് സുഭാഷ് ഏട്ടനുള്ളത് എന്ന് നിധിക്ക് അറിയാമായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. പിന്നെ അവൾ പതുക്കെ തൻ്റെ മുറിയിലേക്ക് തന്നെ മടങ്ങി. കുറേ സമയം കഴിഞ്ഞുകൊണ്ടാണ് സുഭാഷ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. അവൻ ചെല്ലുന്നതും കാത്തുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും അവിടെ ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടപാടെ നികേഷ് ഓടിച്ചെന്ന് ചോദിച്ചു, സുഭാഷ് ഏട്ടാ, നിധിയെടുത്തി അവിടെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുവാണോ? അതിന് വേണ്ടിയിട്ടില്ലടാ ഞാൻ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്ന് അവൻ മറുപടി നൽകി. എന്നാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന് സുഭാഷ് ഏട്ടാ എന്ന് അവൻ ചോദിച്ചു. അവളെ ആ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ലായിരുന്നു എന്ന് അവൻ സങ്കടത്തോടെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുഭാഷ് കുറച്ച് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു, എന്തിനാടാ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? നമ്മളുടെയൊക്കെ ആഗ്രഹം അവൾ ഇവിടെ നിൽക്കണമെന്നുള്ളതാണ്. നമ്മൾ കാരണമാണ് അവൾ ഇത്രയും അധികം ദിവസം ഇവിടെ നിന്നത്. അല്ലാതെ അവൾക്ക് ഈ വീട്ടിൽ നിൽക്കണമെന്ന് ഒരു വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തിന് സുധീഷ് അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, സുഭാഷ് ഏട്ടാ, നിങ്ങളത് എന്ത് പരിപാടിയായി കാണിച്ചത്? അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വിളിച്ചാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ സുഭാഷിനങ്ങ് ദേഷ്യം വന്നു. മിണ്ടരുത് നീ ഒരൊറ്റ കാരണടാ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം. നിനക്ക് നാണമുണ്ടാടാ ഇതൊക്കെ പറയാൻ? സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും പറയരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ, അബദ്ധോ? നീ എന്താടാ അവളോട് പറഞ്ഞത്? നിന്റെ ഭാര്യയാണെന്നല്ലേ? എന്നിട്ടിപ്പോൾ എന്തായി? ഭാര്യ എന്തേടാ നിന്റെ? എടാ, കുറച്ചൊക്കെ മനുഷ്യരോട് നന്നായിട്ട് പെരുമാറാൻ നീ പഠിക്കണം. നിനക്കതില്ല. സുഭാഷ് തുറന്നടിച്ചു. ഒന്നുകിൽ ദേഷ്യം, അല്ലെങ്കിൽ പിന്നെ ആരോട് എന്താ പറയേണ്ടതെന്ന് പോലും നിനക്കറിയില്ല. ഇത് എന്തൊരു പെരുമാറ്റാണ്? ആ പെൺകൊച്ച് ഇവിടെ നിന്ന് ജീവനും കൊണ്ട് ഓർഡർ ചെയ്തത്. അല്ല പിന്നെ ഇവിടെ എങ്ങനെയാ ആ പെൺകൊച്ച് കഴിയുന്നത്? നിന്നെ പോലൊരുത്തൻ ഇവിടെയുള്ളപ്പോൾ അവൾക്ക് ഇവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവളുടെ സേഫ്റ്റിയും നമ്മൾ നോക്കേണ്ടേ? ഇതൊക്കെ കേട്ടപ്പോൾ സുധീഷ് ദയനീയമായി ചോദിച്ചു, സുഭാഷ് ഏട്ടാ, ഞാൻ അത്രക്കധികം വൃത്തികെട്ടവനാണോ എന്ന്? അങ്ങനെയല്ലെന്നാടാ ഞങ്ങൾ ഇത്രയും കാലം കരുതിയിരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി നീ അത് തെളിയിച്ചു തന്നില്ലേ? ഞങ്ങൾക്കല്ല, ആ പെൺകൊച്ചിന്. അത് കേട്ടപ്പോൾ തന്നെ സുധീഷ് ഭയങ്കര ടെൻഷനായി. ആ സമയത്തിന് നികേഷ് ഇടപെട്ടു. മിണ്ടരുത് സുധീഷ് ഏട്ടാ, ഇതിനൊക്കെ കാരണം സുധീഷ് ഏട്ടൻ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാതെ വലിയ നല്ല ആളായി വന്നിരിക്കുന്നത് കണ്ടില്ലേ? നികേഷും അവനെ കണക്കിനങ്ങ് ചീത്ത പറഞ്ഞു. തലങ്ങും വലങ്ങും എല്ലാവരും നിറഞ്ഞ് സുധീഷിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്തിന് സുധീഷിനത് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങനെ രാത്രിയായപ്പോൾ നിധി തൻ്റെ മുറിയിൽ ഇങ്ങനെ കിടക്കാണ്. പക്ഷേ അവൾ കുട്ടുന്നതിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടിലായിരുന്നെങ്കിൽ ഈ സമയം എല്ലാവരും കൂടിയിരുന്ന് സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെയായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വല്ലാത്തൊരു ഏകാന്തതയാണ്. ഇടയ്ക്ക് റൂംമേറ്റ് ദിവ്യ വന്ന് ചോദിച്ചു,
അല്ല നിധി, ഇതെന്താ നിനക്ക് ഉറക്കം വരുന്നില്ലേ എന്ന്? ഉറങ്ങുന്നില്ലേ? എന്തോ വീട് മാറി കിടന്നതുകൊണ്ടായിരിക്കും ഉറക്കം വരുന്നില്ല. എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല എന്ന് നിധി പറഞ്ഞു. ദിവ്യ അവളോട് കിടന്നുറങ്ങാൻ പറഞ്ഞ് ഉറക്കത്തിലേക്ക് പോയി. നിധി വീണ്ടും ആ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടന്നു. ഈ സമയം തന്നെ അവിടെ സുഭാഷേട്ടനും നികേഷും കൂടി ഉണ്ടായിരുന്നു. അവർക്കും തന്നെ ഒട്ടും ഉറക്കം വരുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ സുഭാഷ് പതുക്കെ വന്ന് മയങ്ങിപ്പോയി. അപ്പോഴാണ് നികേഷ് അവനെ തട്ടി വിളിക്കുന്നത്. സുഭാഷേട്ടാ, ഇനി നിധിയെടുത്ത് ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരത്തില്ലേ എന്ന് അവൻ സങ്കടത്തോട് ചോദിച്ചു. എന്താടാ നിനക്ക് ഈ പാതിരാത്രി? നിനക്കൊട്ടും തന്നെ ഉറക്കം വരുന്നില്ലേ? നീ ഇത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? കിടന്നുറങ്ങാൻ നോക്കടാ എന്ന് സുഭാഷ് പറഞ്ഞു. എനിക്ക് എന്താണെന്നറിയില്ല സുഭാഷേട്ടാ, ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല, വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ, ദേ നികേഷേ, നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി വെറുതെ ടെൻഷൻ അടിക്കരുത് കേട്ടോ. നിനക്കറിയാമല്ലോ, ചെറിയ ടെൻഷൻ അടിച്ചാൽ മതി, നിനക്ക് പിന്നെ പനിയൊക്കെ വരും. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് സുഭാഷ് സ്നേഹത്തോടെ താക്കീത് നൽകി. എന്തിനാ സുഭാഷേട്ടാ, എനിക്ക് ആ പഴയ ടെൻഷനാണിപ്പോൾ. നിധിയെടുത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കോളേജ് വിട്ട് വീട്ടിലേക്ക് വരാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അവരില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ശൂന്യതയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇതൊക്കെ കേട്ടപ്പോൾ സുഭാഷ് അവനെ ആശ്വസിപ്പിച്ചു. എടാ, അവൾക്കും അവളുടേതായിട്ടുള്ളൊരു ജീവിതമില്ലേ, അവൾ അത് നോക്കട്ടെ. നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇത്രയും ദിവസം അവൾ ഇവിടെ നിന്നത് തന്നെ വലിയ ഭാഗ്യമായി കരുതുന്നവനാ ഞാൻ. കാരണം ഈ വീട്ടിൽ നിൽക്കുക എന്നത് പറഞ്ഞാൽ അത്രമാത്രം എളുപ്പമുള്ള കാര്യമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവൾ എവിടെ പോയി നിന്നാലും അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് മാനേജ് ചെയ്തോളും അവൾ. ഇതേ സമയത്തിന് നിധിയുടെ മനസ്സിലും 100 കൂട്ടം ചിന്തകളായിരുന്നു. താൻ ആ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത അവൾക്ക് വന്നു. അവളുടെ മനസ്സിൽ എവിടെയോ ഒരു സംശയം പോലെ അതിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെ വല്ലാതെ വേട്ടയാടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അലാറം അടിക്കാണ്. അത് കേട്ട് നിധി പതുക്കെ കണ്ണു തുറന്നു. അപ്പോഴേക്കും അവൾക്ക് സുഭാഷിൻ്റെ വീട്ടിലെ രാവിലത്തെ ആ ഒരു രസകരമായ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അവിടെ രാവിലെ എഴുന്നേറ്റ് പോയി ബ്രഷൊക്കെ ചെയ്തു വരുമ്പോഴേക്കും സുഭാഷേട്ടൻ നല്ല ചൂടുള്ള സൂപ്പർ കട്ടൻ ചായയൊക്കെ നൽകും. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ വല്ലാത്തൊരു ഉന്മേഷമാണ്. പക്ഷേ ഇവിടെ അതൊന്നുമില്ലല്ലോ എന്നോർത്തപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. പതുക്കെ എഴുന്നേറ്റ് പോയി ബ്രഷൊക്കെ ചെയ്ത് വന്ന് താഴേക്ക് ക്യാൻറ്റീനിലേക്ക് പോയിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു. അതൊക്കെ കുടിച്ചു നോക്കിയപ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത വൃത്തികെട്ടൊരു ടേസ്റ്റ്. അവിടെ സുഭാഷേട്ടൻ എത്ര വൃത്തിയായിട്ടാണ് തനിക്ക് ചായ ഉണ്ടാക്കി തരുന്നത്. ഹോസ്റ്റലിലെ ഫുഡ് ഇത്തിരി മോശമാണെന്ന കാര്യം ദിവ്യ മുൻപേ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇത്രമാത്രം മോശമാണെന്നും അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ആ ഒരു ചായ കുടിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. പിന്നീട് അവൾ വന്നത് നേരെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അവൾക്കറിയില്ല. ആ സമയത്തിന് അങ്ങോട്ടേക്ക് വീട്ടിൽ സുധീഷ് രാവിലെ തന്നെ എഴുന്നേറ്റ് സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ സുഭാഷിനോട് കെഞ്ചി, സുഭാഷേട്ട, എങ്ങനെയെങ്കിലും നിധിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വായോ. അവളില്ലാതെ എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. ഈ വീട്ടിൽ എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ്, കണ്ടില്ലേ? ഡാ, മിണ്ടരുത് നീ. അവളെ നീ ഇനി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന പരിപാടിയേ ഇല്ല. അവൾ അവിടെ തന്നെ നിന്നോട്ടെ. കുറച്ച് സമാധാന സ്വസ്ഥയും അവൾക്ക് കിട്ടുമല്ലോ. ആ പെൺകുച്ച് അവിടെ കഴിയട്ടെ എന്ന് പറയും. വെറുതെ എന്തിനാ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും വേദനിപ്പിക്കുന്നത്? അതിനൊന്നും ഞാനില്ല എന്ന് സുഭാഷ് തീർത്തും പറഞ്ഞു. ഇതൊക്കെ കേട്ട് സുധീഷിന് ഭയങ്കര ടെൻഷനായി. ഇതേ സമയം നിധി മുറിയിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും. ജനലിലൂടെ അവൾ വെറുതെ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോഴാണ് ആ ഒരു വലിയ കാഴ്ച കാണുന്നത്. താഴെ അതാ ഭാസ്കരൻ ഗേറ്റിൻ്റെ അപ്പുറത്ത് അവിടെ വന്ന് നിൽക്കുന്നു. അച്ഛനാണല്ലോ. അച്ഛൻ എന്താ ഇത് രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്? സാധാരണഗതിയിൽ ഇത്രയും രാവിലെയൊന്നും അച്ഛൻ എഴുന്നേൽക്കാറ് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ് നിധി. പിന്നെ ഇതെന്തു പറ്റിയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിധി പെട്ടെന്ന് തന്നെ ഭാസ്കരൻ്റെ അടുത്തേക്ക് പോയി. ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങി ചെന്ന ഉടനെ തന്നെ ഭാസ്കരനോട് ചോദിച്ചു, അച്ഛാ, മോളെ എഴുന്നേറ്റിരുന്നോ എന്ന് ചോദിക്കും. അല്ല അച്ഛാ, അച്ഛൻ എന്താ ഇത്ര നേരത്തെ തന്നെ? സാധാരണ അച്ഛാ ഈ സമയത്തൊന്നും എഴുന്നേൽക്കാറ് പോലും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അതോ എനിക്ക് മോളെ ഒന്ന് കാണണമെന്ന് തോന്നി, ഇത്തിരി സംസാരിക്കണമെന്നൊക്കെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വന്നത് എന്ന് ഭാസ്കരൻ പറഞ്ഞു. എന്താച്ചാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ, സുധീഷ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നോട് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ കാരണക്കാരൻ ഞാൻ മാത്രമാണ്. ഞാൻ കാരണമാ അവൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് പറയാം ഭാസ്കരൻ. അവനോട് ഓരോന്നൊക്കെ പറഞ്ഞ് നീ അവളോട് ഭാര്യയാണെന്ന് പരിഗണിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ അവളുടെ പാട് നോക്കി പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ പേടിപ്പിച്ചു വിട്ടതാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു മോളെ അവൻ ഇത്ര വലിയ പ്രശ്നമാക്കുമെന്നൊക്കെ. ഇതൊക്കെ കേട്ടപ്പോൾ നിധി സങ്കടത്തോടെ പറഞ്ഞു, എത്രയൊക്കെ ആയാലും അച്ഛൻ ഈ കാണിച്ചത് വളരെ മോശമായി പോയി. ഏതായാലും അച്ഛാ, സുധീഷിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം അച്ഛൻ അറിയാമല്ലോ ഇവിടുത്തെ സത്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല. മോളെ, പ്ലീസ് മോൾ അങ്ങനെയൊന്നും പറയരുത്. മോൾ ആ വീട്ടിലേക്ക് തന്നെ തിരികെ വരണം. നീ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എല്ലാവരും വല്ലാത്ത വിഷമത്തിലാണ് എന്ന് ഭാസ്കരൻ അപേക്ഷിച്ചു. ഇല്ലച്ചാ, ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്? എനിക്കിനി അങ്ങോട്ടേക്ക് വരാൻ യാതൊരുവിധ താല്പര്യവുമില്ല എന്ന് തന്നെ അവൾ തറപ്പിച്ചു പറഞ്ഞു. ഭാസ്കരൻ വീണ്ടും അവളെ ഉപദേശിക്കാൻ നോക്കി. അതൊക്കെ നമ്മൾ തരണം ചെയ്തു പോകണം. അതല്ലേ ജീവിതം എന്ന് പറയുന്നത്.
എപ്പോഴും സന്തോഷം മാത്രമാണെങ്കിൽ പിന്നെ അതിൽ എന്തൊരർത്ഥമായിരിക്കുന്നത്? ഇടയ്ക്ക് സങ്കടങ്ങളൊക്കെ വേണം, എങ്കിലല്ലേ അതിനൊരു രസമുള്ളൂ എന്നൊക്കെ ചോദിക്കുക ഭാസ്കരൻ. കാര്യമൊക്കെ ശരിയാച്ച, അച്ഛൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല. സുധീഷ് ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അവൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ ഞാൻ വളരെ സേഫാണ്, എനിക്കിവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് അവൾ വ്യക്തമായി തന്നെ ഭാസ്കരനോട് പറഞ്ഞു. എന്നാലും ഭാസ്കരൻ വീണ്ടും കുറേയധികം കെഞ്ചി സംസാരിച്ചു നോക്കിയെങ്കിലും നിധി ഒന്നിനും തന്നെ സമ്മതിക്കുന്നില്ല. ഒടുവിൽ തോറ്റു പിന്മാറാൻ തന്നെ ഭാസ്കരൻ തീരുമാനിച്ചു. ഈ സമയത്ത് സുധീഷ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ വീണ്ടും നിധിക്ക് സോറിയൊക്കെ പറഞ്ഞ് കുറേയധികം മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സോറിയൊന്നും കാണാനോ അംഗീകരിക്കാനോ അവനോട് സംസാരിക്കാൻ പോലും നിധി ഒട്ടും തന്നെ കൂട്ടാക്കുന്നില്ല. കാരണം അവൾക്കറിയാം, ആ സോറി അംഗീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ താൻ വീണ്ടും ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരികെ പോവേണ്ടി വരുമെന്നും. അപ്പോൾ സുധീഷ് തന്നോട് ചെയ്ത ആ ഒരു വൃത്തികെട്ട പ്രവൃത്തിക്ക് അവൾ മാപ്പ് കൊടുത്തതായിട്ട് വരും. അവളുടെ മനസാക്ഷിക്ക് ഒട്ടും തന്നെ അത് സഹിക്കാൻ പറ്റാവുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുധീഷിൻ്റെ മെസ്സേജൊന്നും തന്നെ അവൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല.